എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇതെനിക്കൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഒരുപാട് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം എനിക്കിത് ബാക്കിലോട്ട് എടുത്ത് കാണാനുള്ളതാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലേ സംസാരിച്ചത് എന്ന്. കാരണം 100 വീഡിയോസും 500 വീഡിയോസൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. ഞാൻ ഭയങ്കര സൂപ്പറായിട്ടായിരിക്കുമല്ലോ അപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലോട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്കതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ഇതെനിക്ക് ഈ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഈ ഒരു കാര്യം പറയാനുള്ള വേറൊരു റീസൺ എന്താണെന്നറിയോ? ഞാൻ ആക്ച്വലി ഇന്നത്തെ ടോപ്പിക്ക് തന്നെ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ വാട്ട് ഈസ് സൗണ്ട്, ഫ്രീക്വൻസി എന്താണ്, ഈക്വലൈസർ എന്താണ്, കംപ്രഷൻ എന്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കണ്ട. അതുകൊണ്ട് ഞാൻ ആദ്യം നമുക്ക് വളരെ ബേസിക് ഇന്ന് തുടങ്ങാം. ബേസിക് ലെവലിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാം എന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കെങ്ങനെ നമ്മളുടെ ശബ്ദം ജഡ്ജ് ചെയ്യാം? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ ശബ്ദം പ്രസൻറ്റേഷൻ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുക, അതിൽ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. ഞാൻ പണ്ട് റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഞാനൊരു 4.5 വർഷം റേഡിയോയിൽ ജോലി ചെയ്ത ആളാണ്. അന്ന് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടി നമ്മൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി, നമ്മൾ തന്നെ അത് റെക്കോർഡ് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, മിക്സ് ചെയ്ത്, ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പാകത്തിനാക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ജോലി. അപ്പോൾ ആ പരിപാടി എനിക്ക് കേൾക്കാനേ പറ്റില്ലായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്നതേ എനിക്ക് ഇറിറ്റേഷനായിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയില്ല. അന്ന് എനിക്ക് 18 വയസ്സേ ഉള്ളൂ കേട്ടോ. 18 വയസ്സുള്ളപ്പോഴാണ് ഞാൻ റേഡിയോയിൽ ജോയിൻ ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പാട്ടിനോടൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ വിട്ടില്ല, പിടിച്ചു. ഒരു വോയിസ് ആക്ടർ എന്ന നിലയിൽ, ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ ആഗ്രഹമുള്ള ഒരാളെന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമുക്കിഷ്ടമില്ലാത്ത ഒരു പ്രോഡക്റ്റ് നമ്മളൊരു ക്ലയൻറ്റിന് കൊടുക്കാൻ പാടില്ല. നല്ല ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ പറ്റത്തില്ല, വേറെ ആർട്ടിസ്റ്റിനെ തേടിപ്പോവും. മനസ്സിലായോ? നമ്മൾ ആദ്യം ഒരു ഫോൺ എടുക്കുക. ഫോണിൽ വോയിസ് റെക്കോർഡർ ഉണ്ട്. അത്യാവശ്യം എല്ലാ ഫോണിലും അത്യാവശ്യം നല്ല വോയിസ് റെക്കോർഡർ തന്നെ ഉണ്ട്. ഓക്കെ, ഫോൺ എടുക്കുക, വോയിസ് റെക്കോർഡർ എടുക്കുക, റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നേരത്തെ ഞാൻ ആ പരിപാടി കേട്ട് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് എല്ലാം പഠിച്ചെടുത്തത്. കുറച്ചുകൂടെ നേരത്തെ ബെറ്റർ ആകുമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. ഇന്നത് വളരെ വ്യക്തമാണ്. എനിക്ക് 100% ഉറപ്പാണ് എന്ന് തോന്നുന്നത് മാത്രമേ എനിക്ക് ക്ലയൻറ്റിന് അയക്കാൻ തോന്നാറുള്ളൂ. അങ്ങനെ തോന്നാൻ പാടുള്ളൂ. പിന്നെ ചില എക്സെപ്ഷണൽ കേസുകളുണ്ട്. ചില ക്ലയൻസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ക്ലയൻസ് ആയിരിക്കും. ചില പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ, വളരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ വളരെ അച്ചടി ഭാഷ യൂസ് ചെയ്തിട്ടുള്ള, ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്കുള്ള തർജിമ ചെയ്ത വീഡിയോസ് നമുക്ക് അത് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. മലയാളികൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. നമ്മളുടെ ഭാഷയിൽ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള വളവുകൾ മാറിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഏത് സ്ലാങ്ങുകാരനാണെന്ന്, അല്ലേ? നമുക്ക് എല്ലാവർക്കും സംസാരിക്കുമ്പം ഒരു ശൈലി ഉണ്ടായിരിക്കും. എനിക്ക് കൊല്ലത്തിൻ്റെ സ്ലാങ് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ ഏത് ജില്ലക്കാരാണോ അതിൻ്റേതായ ശൈലി വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ഡബ്ബിങ്ങിൽ നമ്മളുടെ ഒരു പ്രത്യേക സ്ലാങ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിന് നമുക്ക് ആ ശൈലി ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുന്നത് പോലെയല്ല. ഒരു പരസ്യത്തിനോ അല്ലെങ്കിൽ ഒരു ലേണിംഗ് പ്രോജക്റ്റിനോ ഒന്നും നമുക്ക് നമ്മളുടെ സ്വന്തം ശൈലി, സ്വന്തം സ്ലാങ് നമുക്കതിന് കൊടുക്കാൻ പറ്റില്ല. പരസ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് നമ്മളൊരു സ്റ്റൈലായിട്ട്, ഇങ്ങനെയാണോ ഞാൻ പറയുന്നത്, ഇങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത്? അല്ലല്ലോ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഒരു പരസ്യത്തിന് നമ്മൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഇറക്കുമോ? ഇല്ല. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ കൊള്ളാലോ, എന്തോ ഒരു സംഭവം എന്നൊരു തോന്നത്തില്ലേ? ഇപ്പോൾ നമ്മൾ ഈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ഒരു ശൈലി കേട്ടില്ലേ, ഇത് ശരിയാകും എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഒരു സ്റ്റൈലാണ്. അത് ക്ലയൻറ്റിൻ്റെ ആവശ്യവും കൂടെ നോക്കിയിട്ട് ക്ലയൻറ്റിന് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ ക്ലയൻറ്റിന് ഒരു പെർട്ടിക്കുലർ ആവശ്യം ഉണ്ടായിരിക്കും. ഇത് കുറച്ചും കൂടെ സ്പീഡാക്കി പറയാം, കാരണം നമുക്ക് അത്രയും സമയമില്ല. ഈ പരസ്യങ്ങളൊക്കെ വളരെ സെക്കൻഡ്സ് വെച്ചിട്ടാണല്ലോ തിയേറ്ററിലും റേഡിയോയിലും ഒക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 10 സെക്കൻഡ്സോ 15 സെക്കൻഡ്സോ ഒക്കെ കാണുള്ളൂ. അപ്പം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇത്രയും സമയം കാണില്ല. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് സ്ലോയിൽ പറഞ്ഞാലും ടൈം സ്ട്രെച്ചൊക്കെ നമുക്ക് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും.
പിച്ചൊക്കെ മാറ്റി അങ്ങ് ചെയ്യാൻ പറ്റും. പക്ഷേ മാക്സിമം നമ്മൾ നമ്മളുടെ ശബ്ദം കൊണ്ട് തന്നെ ഒരു ഔട്ട് കൊടുത്താൽ പിന്നീട് ബാക്കി നമ്മുടെ സോഫ്റ്റ്വെയർ മേക്കപ്പ് ചെയ്തെടുത്തോളും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് നമുക്ക് എടുക്കാം. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ എന്ന് പറയുന്നത് പോലെ ആ പ്ലഗിൻസിനൊക്കെ ഒരു പരിധിയുണ്ട്. ആദ്യം നമ്മളുടെ തൊണ്ടയിൽ നിന്ന് അത് കൊടുക്കുക. നമുക്ക് ആ സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കാൻ എന്തെങ്കിലും വേണം. ഓക്കെ. അപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ക്ലയൻസിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്കൊരു ഒരു ശൈലി കൊടുക്കാം. അവരുടെ ക്ലയൻറ്റിൻ്റെയും നമ്മളുടെ ഒരു ഇൻപുട്ടും, അതായത് നമ്മളുടെ ഒരു സ്റ്റൈലും കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതാണ് ആ ഒരു ശൈലിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്. പകരം ഈസി സ്റ്റോറിന് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ കൂടുതലും തരുന്നത്, അവരെല്ലാ തരത്തിലുള്ള പരസ്യങ്ങളും എനിക്ക് തരും, പക്ഷേ കൂടുതലും തരുന്നത് ജീപ്പ് അനൗൺസ്മെൻറ്റുകളാണ്. ഈ പറഞ്ഞ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ ഒരു ശൈലി ജീപ്പ് അനൗൺസ്മെൻറ്റിന് ക്ലിക്കാവില്ല. മാന്യ മഹാജനങ്ങളെ എന്ന് പറയാൻ പറ്റുമോ? ജീപ്പ് അനൗൺസ്മെൻറ്റ് മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞ് വിളിച്ചു പറയണം. ജീപ്പ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിളിച്ച് കൂവി പറഞ്ഞുകൊണ്ട് പോകുന്നതല്ലേ ആളുകളോട്. കായംകുളം ഈസി സ്റ്റോറിലേക്ക് സ്വാഗതം. ഇത് മാക്സിമം കുറച്ചും കൂടെ എനർജി ആയിട്ട് പറയാം കേട്ടോ. കാരണം അപ്പുറത്തെ വീട്ടിലെ ആരോ സംസാരിക്കൊക്കെ കേൾക്കുന്നു, അവരത് കേട്ട് കാണും. ഇത് ഞാൻ മറ്റൊരു ടോപ്പിക് ആക്കും കേട്ടോ. അയൽവാസികളുടെ സമയം കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഡബ് ചെയ്യാനുള്ള. ഇത് മറ്റൊരു ടോപ്പിക്കാണ്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ കുറച്ചുകൂടെ എനർജി ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ശൈലികളും ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇനിയും എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, പണ്ട് ആ പഴയ പരിപാടികൾ കേൾക്കുമ്പോൾ എനിക്കതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അന്ന് ഞാൻ ആ ചെയ്ത പരിപാടി ഒന്നുകൂടെ ഇരുന്ന് കേട്ടായിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. എനിക്ക് ഇച്ചിരി കൊഞ്ചൽ കൂടുതലാണ് എന്നൊക്കെ എനിക്ക് അന്ന് മനസ്സിലായി. ഞാൻ കുറച്ചും കൂടെയൊക്കെ ബെറ്റർ ആക്കിയേനെ. എൻ്റെ ശബ്ദമൊന്നും മാറില്ല, എൻ്റെ ശബ്ദമൊന്നും പെട്ടെന്ന് അങ്ങനെ മാറാൻ സാധ്യതയില്ലല്ലോ. പക്ഷേ എൻ്റെ ശൈലിയിൽ ഞാൻ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നേരത്തെ വരുത്തിയേനെ. പക്ഷെ അത് കാലങ്ങൾ കഴിഞ്ഞു പോയില്ലേ. അതിനുശേഷം ഞാൻ പതിയെ പതിയെ മനസ്സിലാക്കിയതാണ്, നമ്മൾക്ക് തന്നെ ഓരോരോ ശൈലികൾ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് തന്നെ ആക്ച്വലി ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആനിയായിട്ട് റെക്കോർഡ് ചെയ്താൽ പറ്റില്ല. ഞാൻ വളരെ ബഹളം വെക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പോലും ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഒറിജിനൽ ആനി ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഞാൻ ഭയങ്കര ബഹളവും എപ്പോഴും എൻ്റെ ഒരു ഹൈ പിച്ചായിരിക്കും എൻ്റെ ടോൺ. ഞാൻ സംസാരിക്കുന്നതൊക്കെ ഒരു ഹൈ പിച്ചിലായിരിക്കും. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനകത്ത് നമ്മളുടെ സ്വന്തം ഐഡൻറ്റിറ്റി വരാൻ പാടില്ല. നമ്മളുടെ സ്വന്തം ശൈലി വരാൻ പാടില്ല. നമ്മുടെ സ്വന്തം സ്ലാങ് വരാൻ പാടില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താ വേണ്ടതെന്നറിയോ? എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈമിൽ ഫോൺ എടുക്കുക, മുറി അടച്ചിട്ട് ആരെ അകത്ത് കയറ്റണ്ട, മുറി അടച്ചിട്ട് ഒരു പത്രമോ വീക്കിലിയോ വനിതയോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് ഇഷ്ടം എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കോണ്ടന്റ് വായിച്ചു നോക്കുക. 5 മിനിറ്റ് വായിക്കുക, അത് റെക്കോർഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ആരെയും കേൾപ്പിക്കരുത്. ആരെയും കേൾപ്പിക്കാതെ ഇത് ഹെഡ്സെറ്റിലോ ഹെഡ്ഫോണിലോ ഇതിരുന്ന് കേട്ട് എന്താണ് അതിനകത്ത് പോരായ്മ എന്ന് ആദ്യം മനസ്സിലാക്കുക. മറ്റൊരാൾ അത് കേട്ട് അഭിപ്രായം പറയുന്നത് പോലെ നിങ്ങൾ റെക്കോർഡ് ചെയ്ത ആ കോണ്ടന്റിനെ നിങ്ങൾ ജഡ്ജ് ചെയ്യണം. ഓക്കെ. അത് 1, 2, 3 തവണ നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നുന്ന അത്രയും തവണ അത് റെക്കോർഡ് ചെയ്യുക നിങ്ങളുടെ ഫ്രീ ടൈമിന് കേട്ടോ. അല്ലാതെ ജോലിയുടെ ഇടയ്ക്ക്, മറ്റ് ഓഫീസ് ജോലിയുടെ ഇടയ്ക്കോ ബഹളത്തിൻ്റെ ഇടയ്ക്കോ ഒന്നും ചെയ്തത് ശരിയാവത്തില്ല. നിങ്ങൾക്കായിട്ട് ഇതൊരു സമയം കണ്ടെത്തിയാൽ മാത്രമേ ഇത് ശരിയാവൂ. മാത്രമല്ല, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒട്ടും ശരിയാവത്തില്ല. ആദ്യം തന്നെ ഇതുപോലുള്ള കളിയാക്കലൊക്കെ നമുക്ക് ചിലപ്പോൾ പിന്നോട്ട് വലിക്കും. അതുകൊണ്ട് ആരെയും കേൾപ്പിക്കേണ്ട, നമ്മൾ മാത്രം മതി. ഓക്കെ. അപ്പോൾ നമുക്കിനി വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.